ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നടന്ന മത്സരത്തിൽ വമ്പന്മാരായ റയലിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. സൗദി ക്ലബ്ബായ അൽ ഹിലാലാണ് അവരെ സമനിലയിൽ തളച്ചിട്ടുള്ളത്. രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടുകയായിരുന്നു. മത്സരത്തിന്റെ 34-ാമത്തെ മിനിറ്റിൽ ഗോൺസാലോ ഗാർഷ്യയിലൂടെ റയൽ മാഡ്രിഡ് ലീഡ് കണ്ടെത്തി. റോഡ്രിഗോയായിരുന്നു അതിന് അസിസ്റ്റ് നൽകിയിരുന്നത്. പിന്നീട് 41-ാമത്തെ മിനിറ്റിൽ അൽ ഹിലാലിന് ഒരു പെനാൽറ്റി ലഭിച്ചു. അത് സൂപ്പർ താരം റൂബൻ നെവസ് ഗോളാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെയാണ് മത്സരം സമനിലയിൽ കലാശിച്ചിട്ടുള്ളത്. മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ റയലിന് അനുകൂലമായിക്കൊണ്ട് ഒരു പെനാൽറ്റി ലഭിച്ചിരുന്നു. പക്ഷേ അത് ഫെഡെ വാൽവർദെ പാഴാക്കുകയായിരുന്നു. ഇതോടുകൂടി സമനില കൊണ്ട് അവർക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു. സാബി അലോൺസോക്ക് കീഴിലുള്ള ആദ്യത്തെ മത്സരമായിരുന്നു അത്. അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നിരാശയുണ്ടാക്കുന്ന കാര്യമാണ്. മാത്രമല്ല പ്രകടനം വലിയ രൂപത്തിലുള്ള ഒരു മാറ്റമൊന്നും വന്നിട്ടില്ല. റയലിന് ഇനിയും ഒരുപാട് മെച്ചപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഏതായാലും ഇതേക്കുറിച്ച് ഇപ്പോൾ റയലിന്റെ ഗോൾ കീപ്പറായ തിബൌട്ട് കോർട്ടുവ സംസാരിച്ചിട്ടുണ്ട്. അതായത് ആഞ്ചലോട്ടിയുടെ ആ ഒരു ശൈലി, ആ ഒരു ടൈപ്പ് തങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്, അത് തങ്ങളിൽ നിന്നും പോയിട്ടില്ല എന്നാണ് കോർട്ടുവ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കഴിഞ്ഞ 4 വർഷം ആഞ്ചലോട്ടി ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശീലങ്ങൾ ഞങ്ങൾ പഠിച്ചിരുന്നു. 4 ദിവസത്തിനുള്ളിൽ ആ ശൈലി മാറ്റുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ അറ്റാക്ക് ചെയ്യാനും ഡിഫെൻഡ് ചെയ്യാനുമാണ് സാബി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ വീഡിയോസ് കാണുകയും ഒരുപാട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മത്സരത്തിൽ നിന്നും ഞങ്ങൾ പഠിക്കും. ഇതാണ് ഇപ്പോൾ റയലിന്റെ ഗോൾ കീപ്പറായ തിബൌട്ട് കോർട്ടുവ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇനി റയലിന്റെ അടുത്ത മത്സരം പച്ചൂക്കെതിരെയാണ്. വരുന്ന 23-ാം തീയതി അർദ്ധരാത്രി ഇന്ത്യൻ സമയം 12:30 ഈ ഒരു മത്സരം നടക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമിനെ വീണ്ടും കാണാം.